നമസ്കാരം. ഭൂമിക്കടിയിൽ നിന്ന് ഇരുട്ടുമൂടിയ തുരങ്കങ്ങൾ, അവയുടെ കവാടങ്ങളിൽ മരണത്തിന്റെ കാവൽക്കാരായി കിടക്കുന്ന മൈനുകൾ, ആകാശത്ത് അമേരിക്കൻ ശക്തിയുടെ നിഴൽ, മണ്ണിനടിയിൽ ഇറാന്റെ ആണവ രഹസ്യങ്ങൾ, ലോകം മുഴുവൻ സമാധാന കരാറിന്റെ വാർത്ത കാത്തിരിക്കുമ്പോൾ പശ്ചിമേഷ്യയുടെ മരുഭൂമിയിൽ മറ്റൊരു കഥയാണ് എഴുതപ്പെടുന്നത്. വെടിയൊച്ചകൾ കുറഞ്ഞിട്ടും അവിശ്വാസത്തിന്റെ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന മറ്റൊരു കഥ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുമ്പോൾ സ്വന്തം ആണവ സമ്പത്ത് ഒരു സാഹചര്യത്തിലും നഷ്ടമാകരുതെന്ന ഉറച്ച തീരുമാനത്തിലാണ് ടെഹ്റാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ലോക മാധ്യമങ്ങളിൽ നിറയുന്ന ഈ റിപ്പോർട്ടുകൾ. ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള തുരങ്കങ്ങൾ അടച്ചുപൂട്ടി, പ്രവേശന കവാടങ്ങളിൽ മൈനുകൾ സ്ഥാപിച്ച് സ്വന്തം രഹസ്യങ്ങൾക്ക് ഇരുമ്പ് കവചം തീർക്കുകയാണ് ഇറാൻ. ഇത് വെറും സുരക്ഷാ നടപടിയാണോ, അതോ ലോകത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു മുന്നറിയിപ്പോ? ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ഒന്നായ ഇസ്ഫഹാനിലെ ഭൂഗർഭ സംഭരണ കേന്ദ്രങ്ങൾ അതീവ സുരക്ഷാ വലയത്തിലാക്കിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകൾ. ഉയർന്ന തോതിൽ സമ്പുഷ്ടമാക്കിയ യുറേനിയം സൂക്ഷിച്ചിരിക്കുന്നതായി കരുതുന്ന തുരങ്കങ്ങളുടെ പ്രവേശന കവാടങ്ങൾ സീൽ ചെയ്യുകയും അവിടങ്ങളിൽ സ്ഫോടക മൈനുകൾ സ്ഥാപിക്കുകയും ചെയ്തതായി അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ആണവ പദ്ധതിയുടെ ഭാഗമായി അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന യുറേനിയം ശേഖരം US സൈന്യം പിടിച്ചെടുക്കുമെന്ന വാർത്തകൾക്കിടെ ഇറാൻ അതിന്റെ സുരക്ഷ അപകടകരമായ വിധമാണ് കൂട്ടിയിരിക്കുന്നത്. യുറേനിയം ഒളിപ്പിച്ച ഭൂഗർഭാറകൾ ഇറാൻ അടച്ചുപൂട്ടുകയും അവിടെ കുഴിബോംബുകളും സ്ഫോടക വസ്തുക്കളും നിറയ്ക്കുകയും ചെയ്തു. ഇവിടെയുള്ള തുരങ്കങ്ങൾ തകർക്കുകയും പ്രവേശന കവാടങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ച് കെണിയൊരുക്കുകയും ചെയ്തതായി US ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് US ചാനലായ CNN റിപ്പോർട്ട് ചെയ്തത്. ഇറാനും അമേരിക്കയും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇറാനുമായുള്ള ചർച്ചകളിൽ അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യമായിരുന്നു ഈ യുറേനിയം ശേഖരം സുരക്ഷിതമാക്കുക എന്നത്. ഇക്കാര്യം അമേരിക്കയുടെ പ്രധാന മുൻഗണനയാണെന്ന് പ്രസിഡന്റ് ട്രംപ് ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ഇത് പിടിച്ചെടുക്കാൻ US സൈന്യത്തിന് താൻ ഉത്തരവ് നൽകിയേക്കുമെന്ന് ട്രംപ് പരസ്യമായി സൂചനയും നൽകി. മെയ് പകുതിയോടെ യുറേനിയം പിടിച്ചെടുക്കാൻ US സൈന്യം തയ്യാറെടുത്തതായി വാർത്തകൾ ഉണ്ടായിരുന്നു. പിന്നീട് അപകട സാധ്യത മുൻനിർത്തി അമേരിക്ക പദ്ധതി ഉപേക്ഷിച്ചതായി CNN റിപ്പോർട്ട് ചെയ്തിരുന്നു. ബലം ഉപയോഗിച്ച് യുറേനിയം വീണ്ടെടുക്കുന്നതിലെ അപകട സാധ്യത ട്രംപ് നേരത്തെ സമ്മതിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ പുതിയ സജ്ജീകരണങ്ങൾ സ്ഥാപിച്ചത്. ഉയർന്ന തോതിൽ സമ്പുഷ്ടീകരിച്ച 1/2 ടണ്ണോളം വരുന്ന യുറേനിയമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ യുറേനിയം ശേഖരത്തിന്റെ ഭൂരിഭാഗവും മധ്യ ഇറാനിലെ ഇസ്ഫഹാൻ ആണവ സമുച്ചയത്തിലെ തുരങ്കങ്ങളിലാണെന്നാണ് കരുതപ്പെടുന്നത്. ഇതിന്റെ ചില ഭാഗങ്ങൾ മറ്റു കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചതായും അമേരിക്കൻ ഇന്റലിജൻസ് കരുതുന്നു. ഇവ സൂക്ഷിച്ച ഭൂഗർഭാറകളുടെ തുരങ്കം തകർക്കുകയും ഇവിടെ കുഴിബോംബ് സ്ഥാപിക്കുകയും ചെയ്തതായാണ് പുതിയ വിവരം. അങ്ങനെ വന്നാൽ അവിടെ എത്തിച്ചേരുക പഴയതിലും ബുദ്ധിമുട്ടായിരിക്കും. ഇറാന് പോലും അത് നീക്കം ചെയ്യാൻ പ്രയാസമായിരിക്കുമെന്നും സാരം. US ഇറാൻ സമാധാന കരാറിൽ US മുന്നോട്ട് വെച്ച പ്രധാന വ്യവസ്ഥ സമ്പുഷ്ട യുറേനിയം USന് കൈമാറണം എന്നതായിരുന്നു. യുറേനിയം അവിടെ വെച്ച് തന്നെ നശിപ്പിക്കുകയും പിന്നീട് ഇറാന് പുറത്തേക്ക് കൊണ്ടുപോകാമായിരുന്നു എന്നാണ് US പദ്ധതി. കരാറിലേക്ക് ഇരുപക്ഷവും കൂടുതൽ അടുക്കുന്നതിനിടയിലാണ് പുതിയ വിവരം പുറത്തു വരുന്നത്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തോക്കുകൾ സംസാരിക്കും, എന്നാൽ യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും തുരങ്കങ്ങളും മതിലുകളും മൈനുകളും സംസാരിക്കും. ഇറാന്റെ ഭൂഗർഭ കോട്ടകൾ ലോകത്തോട് പറയുന്നത് ഒരു സന്ദേശം അല്ലെങ്കിൽ മുന്നറിയിപ്പ് മാത്രമാണ്. ഞങ്ങളുടെ രഹസ്യങ്ങൾ ഞങ്ങളുടേതാണ്. പക്ഷെ ചോദ്യം ബാക്കിയാകുന്നു. സമാധാനത്തിന്റെ മേശയിൽ ഒപ്പിടുന്ന കരാറാണോ ചരിത്രം മാറ്റുക, അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ അടച്ചിട്ടിരിക്കുന്ന ആ തുരങ്കങ്ങളാണോ അടുത്ത പ്രതിസന്ധിയുടെ വാതിൽ തുറക്കുക? ലോകം കാത്തിരിക്കുന്നത് ആ ഉത്തരത്തിനാണ്.